അപ്പം നാട്ടുകാർക്കാണ് പ്രശ്നം. അതായത് കല്യാണം കഴിച്ചില്ലല്ലോ, പ്രായപൂർത്തിയായില്ലേ, എത്ര നാളായി എന്നൊക്കെ പറഞ്ഞു അവരോടൊക്കെ പോയി പണി നോക്കാൻ പറയാനേ പറ്റത്തുള്ളൂ. കാരണം എന്ന് വെച്ചാൽ നമ്മൾ എന്തിനാണ് ഈ നാട്ടുകാർക്ക് വേണ്ടിയിട്ട് കല്യാണം കഴിക്കേണ്ട ആവശ്യം? ഡോക്ടർ, ഞാൻ 18ാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ചതാണ്, അന്ന് എന്താന്ന് പോലും അറിയില്ല, ഇപ്പൊ 3 മക്കളും ഉണ്ട്, ഞാൻ എന്തിനാ കല്യാണം കഴിച്ചേ, ഇത് എങ്ങനെയാ മക്കളുണ്ടായേ, എന്റെ ജീവിതം ഇതോടുകൂടി തീർന്നു. നാട്ടുകാർക്ക് വേണ്ടി ഒരുമിച്ച് ജീവിക്കുന്നു, വീട്ടുകാർക്ക് വേണ്ടി ഒരുമിച്ച് ജീവിക്കുന്നു, മക്കളുണ്ടായി പോയി എന്ന് പറഞ്ഞ് ഒരുമിച്ച് ജീവിക്കുന്നു. എന്റെ മക്കൾക്കാണെങ്കിലും ഞാൻ ഒരിക്കലും കല്യാണം കഴിക്കുന്ന പറഞ്ഞൊരു പരിപാടി ഞാൻ പറയില്ല. കല്യാണം കഴിക്കണോ, അതിനുള്ള മെച്യൂരിറ്റി ആവട്ടെ, സ്വന്തമായിട്ട് ജോലി ചെയ്യ്, സമ്പാദിക്കുക. ദീപിക പദുക്കോൺ 40ാം വയസ്സിലാണ് പ്രസവിച്ചത്. ശരിക്കും എപ്പോഴാണ് ഒരു പ്രഗ്നന്റ് ആവാനും ഗർഭം ധരിക്കാനുമുള്ള ഒരു ഐഡിയൽ ഏജ്? ഇനി മുന്നോട്ടുള്ള കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നില്ല പെൺകുട്ടികൾ പ്രസവിക്കാൻ തയ്യാറാകുമെന്ന് പോലും സംശയമുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു പോർഷൻ കണ്ടിട്ട് എല്ലാ പെൺകുട്ടികളും ഡോക്ടറുടെ ആരാധകരായി മാറുമെന്ന് എനിക്ക് തോന്നുന്നു. ഒന്നും ചെയ്യാൻ പറ്റാത്തവർക്ക് മാത്രമുള്ളതാണ് വാക്കിംഗ്. അല്ലാതെ വാക്കിംഗ് എന്ന് പറയുന്ന സംഭവം ഞാൻ നടക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. അതൊരിക്കലും ഒരു എക്സസൈസ് ആയിട്ട് കണക്കൂട്ടാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ കമ്പയർ ചെയ്യത്തില്ലേ, എൻ്റെ ഭർത്താവ് കണ്ടില്ലേ ഇത്രയും കഴിക്കുന്നു, ഞാൻ ഇത്രയേ കഴിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ ഹോർമോണൽ ഇംബാലൻസ് വന്നു കഴിഞ്ഞാൽ ഇത്രയും പോലും പ്രോസസ്സ് ചെയ്യാനുള്ള കപ്പാസിറ്റി അപ്പനമ്മ ഉണ്ടാക്കിയിട്ട് മക്കൾ കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. അവർക്ക് വേണമെങ്കിൽ ഉണ്ടാക്കുക, അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. സ്ട്രഗ്ലിംഗ് ഒക്കെ അറിഞ്ഞിരിക്കണം, എങ്ങനെയാണ് ഒറ്റയ്ക്ക് ജീവിക്കുന്നത് എങ്ങനെയാണെന്ന് അറിഞ്ഞിരിക്കണം. നമസ്കാരം, ഡോക്ടർ സ്പീക്കിങ്ങിന്റെ 4ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സൂര്യ സുജി. പണ്ട് മുതലേ നമ്മൾ പുരുഷന്മാരുടെ ആരോഗ്യത്തെക്കുറിച്ച് വാതോരാതെ സംസാരിക്കാറുണ്ട്. ബട്ട് ഇറ്റ്സ് ഹൈ ടൈം നമ്മൾ സ്ത്രീകളുടെ ആരോഗ്യത്തെക്കുറിച്ച് കൂടെ സംസാരിക്കണം. സ്ത്രീകളുടെ ഇൻഫെർട്ടിലിറ്റിയെക്കുറിച്ചും മെൻസ്ട്രേഷൻ സമയത്ത് സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടിനെക്കുറിച്ചും സ്ത്രീകൾ എന്തുകൊണ്ട് ജിമ്മിൽ നിർബന്ധമായി പോകണം എന്നതിനെക്കുറിച്ചും കൂടുതലായി സംസാരിക്കാൻ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ലൈഫ് സ്റ്റൈൽ ഫിസിഷ്യനും ജോൺ മറിയൻസ് വെൽനെസ് ഗ്രൂപ്പിൻ്റെ MD-യുമായിട്ടുള്ള ഡോക്ടർ മനോജ് ജോൺസനാണ്. വെൽക്കം ഡോക്ടർ. താങ്ക് യു. നമ്മളുടെ ചാനൽ ഫസ്റ്റ് തുടങ്ങിയപ്പോൾ ആദ്യത്തെ ഇൻ്റർവ്യൂ ഡോക്ടറിൻ്റെ ആയിരുന്നു. മില്യൺസ് ഓഫ് വ്യൂസാണ് നമുക്ക് കിട്ടിയത്. ഇൻസ്റ്റയിലെ റീൽസിനൊക്കെ ഒരുപാട് എൻക്വയറീസ് ഉണ്ടായിരുന്നു. നമുക്ക് ഡോക്ടറിൻ്റെ വീണ്ടും ഒരു സെഷൻ കൂടി ഇൻ്റർവ്യൂ കാണാൻ നമ്മൾ പ്രേക്ഷകർക്ക് ആഗ്രഹമുണ്ടെന്ന് ആ ഒരു റിക്വസ്റ്റോട് കൂടിയാണ് നമ്മൾ ഡോക്ടറിൻ്റെ ഒരു 2ാമത്തെ സെഷൻ ഓഫ് ഇൻ്റർവ്യൂവിൽ വിളിച്ചത്. താങ്ക് യു, ഭയങ്കര സന്തോഷത്തോടെ വന്നതിൽ. താങ്ക് യു വെരി മച്ച്. നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ് പുരുഷന്മാരുടെ ആരോഗ്യത്തെക്കുറിച്ച്. അതായത് ഞാൻ ചെറുപ്പത്തിൽ ഒരു 7ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് എൻ്റെ കൂട്ടുകുടുംബമായിരുന്നു. അപ്പം എൻ്റെ കസിൻസൊക്കെ ജിമ്മിൽ പോകുന്നുണ്ട്, ചെറുക്കന്മാർ. എന്തിനാണ് ജിമ്മിൽ പോകുന്നത്? അല്ലു അർജുനെ പോലെ മസിൽ വരണം, അല്ലാതെ വേറെ എന്തിനാണ് ജിമ്മിൽ പോകുന്നതെന്നൊന്നും അറിയില്ല. അല്ലു അർജുനെ പോലെ മസിൽ വരണം. പക്ഷെ ഇപ്പോഴാണ് സ്ത്രീകൾ കുറച്ചുകൂടി ജിമ്മിൽ പോകാൻ തുടങ്ങിയത്. എന്തിനാണെന്ന് ചോദിച്ചാൽ എനിക്ക് വെയിറ്റ് കുറയണം. സ്ട്രെങ്ത് ട്രെയിനിങ് എന്നതിനെക്കുറിച്ച് വളരെ കുറച്ച് കാലമേ ആയിട്ടുള്ളൂ സ്ത്രീകൾ മനസ്സിലാക്കി തുടങ്ങിയിട്ടും സംസാരിക്കാൻ തുടങ്ങിയിട്ടും. ശരിക്കും മസിൽ എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് എന്തുമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്? ശരിക്കും സ്ത്രീക്കും പുരുഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ മനസ്സിലാക്കി വെച്ച രീതികൾ കുറച്ചുകൂടെ ഡിഫറെൻ്റ് ആണ്. നേരത്തെ പറഞ്ഞ പോലെ മസിൽ ഉണ്ടാക്കണം എന്ന രീതിയിലുള്ള മനസ്സാണ് പുരുഷന്മാരിൽ കൂടുതലായിട്ട് വരുന്നതെങ്കിൽ സ്ത്രീകളിൽ വെയിറ്റ് കുറയ്ക്കാനുള്ള ഒരു രീതിയാണ്. പക്ഷേ അതൊരു 40% ആ ഒരു കാര്യം ഓക്കെയാണ്. പക്ഷേ 60% കാര്യങ്ങൾ അതല്ല. 60% കാര്യങ്ങൾ വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മസിൽസാണ് ശരിക്കും പറഞ്ഞാൽ ബ്ലഡ് ഷുഗറിനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പം നമ്മളിപ്പോൾ ഈ ഒരു മസിലിൽ നമ്മളിങ്ങനെ 10 തവണ ഒരു വെയിറ്റ് വെച്ചിട്ട് ഇങ്ങനെ മൂവ്മെൻറ്റ് കൊടുത്തു എന്ന് വെച്ചു, ഈ മസിലിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഷുഗർ ഉണ്ട്, ആ ഷുഗർ ബേൺ ആയി പോകും. കാരണം ആക്ടിവിറ്റി അത്. അന്നേരം എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ബ്ലഡിലുള്ള ഷുഗറിനെ വീണ്ടും സ്റ്റോർ ചെയ്ത് വെച്ചാൽ ആ മസിലിൽ സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പം അതെന്ന് വെച്ചാൽ പണ്ടത്തെ കാലത്ത് ഈ കാട്ടിൽ ജീവിക്കുന്ന ഒരു സമയം, അന്നേരം എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു പുലി പിടിക്കാൻ വന്നു. അപ്പോൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ വേറെ ഒരു ഓപ്ഷനില്ല, ഒന്നോ ഓടണം അല്ല മരത്തെ കയറണം. അപ്പം മസിലാണ് അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഈ എനർജി ഈ പറയുന്ന ബ്ലഡിൽ നിന്ന് എടുത്ത് മസിലിൽ കൊണ്ടുവന്ന് എടുക്കുന്നതിന് പകരം ബോഡിയുടെ ആ സർവൈവൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, സഡൻ എനർജി കിട്ടാനായിട്ട് മസിലെല്ലാം ഈ ഷുഗറിനെ സ്റ്റോർ ചെയ്ത് വെച്ചു. ഈ സ്റ്റോർ ചെയ്ത് വെക്കുമ്പോഴാണ് സഡൻ ആയിട്ട് നമുക്കൊരു പാമ്പ് മുമ്പിൽ കണ്ടാൽ ഓടാൻ തോന്നണമെന്നുണ്ടെങ്കിൽ അവിടെ എനർജി വേണം. ആ എനർജി അങ്ങനെ കത്തിച്ച് കളയാനായിട്ടായിരുന്നു അങ്ങനൊരു ആവശ്യം വന്നത്. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അനങ്ങുന്നില്ല. നമ്മൾ കഴിക്കുന്നുണ്ട്, മസിൽസിലെല്ലാം സ്റ്റോർ ആയിരിപ്പുണ്ട്, പിന്നെ ബ്ലഡിലുണ്ട്, പിന്നെ അത് മൊത്തം ഫാറ്റായിട്ട് കൺവേർട്ട് ചെയ്ത് ലിവറിനകത്ത് എല്ലായിടത്തും സ്റ്റോറാണ്. അപ്പം മെയിനായിട്ടും ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് സ്ത്രീകളിൽ മസിൽസ് അനങ്ങിയെങ്കിൽ മാത്രമേ ഹോർമോണൽ ഇംബാലൻസ് ക്ലിയർ ആകത്തുള്ളൂ, മൂവ്മെൻറ്റ്സ് വന്നെങ്കിലേ കാര്യമുള്ളൂ. മസിൽ അനങ്ങിയെങ്കിൽ മാത്രമേ ഫാറ്റ് മൊബിലൈസ് ആവത്തുള്ളൂ, വെയിറ്റ് റിഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് വരത്തുള്ളൂ. അതുപോലെ തന്നെ ഷുഗർ കൺട്രോളിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്
പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ ബോഡിയുടെ അത് സ്ത്രീകളുടെ ഒരു ശരീരത്തിൻ്റെ ഒരു ഷേപ്പുണ്ട്. ആ ഷേപ്പ് ശരിക്കും പറഞ്ഞാൽ ഈ ഫാറ്റ് വന്ന് കവർ ചെയ്തിട്ടാണ് ആ ഒരു ഷേപ്പ് മാറുന്നത്. അപ്പം ഈ മസിലിൻ്റെ ആ ഷേപ്പ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ മസിലിനെ സ്ട്രെങ്തൻ ചെയ്യണം. ഭാവിയിൽ നമ്മുടെ കാല് വീക്കാവും. അപ്പം സ്ത്രീകളിൽ ഭൂരിഭാഗവും നടുവ് തൊട്ട് മുകളിലോട്ടായിരിക്കും വെയിറ്റ് കൂടുന്നത്, താഴോട്ട് ചിലപ്പം വെയിറ്റ് കുറവായിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ഒരു 50-60 വയസ്സാകുമ്പോഴത്തേനും വീഴാനുള്ള ടെൻഡൻസിയാണ് കൂടുതൽ. മുട്ട് ഏറ്റവും കൂടുതൽ തേയ്മാനം വരുന്ന സ്ത്രീകളിലാണ്. അപ്പോൾ ഈ മുട്ട തേയ്മാനം വരുന്നതിൻ്റെ മെയിൻ കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ സൈഡിലുള്ള മസിൽ സ്ട്രെങ്തൻ അല്ല. ആ മസിൽ അതിനെ പ്രിവെൻറ്റ് ചെയ്ത് വെക്കേണ്ടതാണ്. അത് വീക്കായിട്ട് ഒന്നിനൊന്നും ഇങ്ങനെ ഇടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഈ മസിൽസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ഈ മസിലിൻ്റെ മൂവ്മെൻറ്റ് വരുന്നതനുസരിച്ച് എൻഡോർഫിൻ എന്ന് പറയുന്ന ഒരു നമുക്ക് റിഫ്രഷ്മെൻറ്റ് കിട്ടുന്ന ഹോർമോൺസൊക്കെ റിലീസ് ആവുന്നൊരു കാര്യമാണ്. പെയിന് കുറയുന്ന സംഭവങ്ങളാണ്, മൂഡ് ക്ലിയർ ആവുന്നൊരു കാര്യമാണ്. അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ മസിലിനെ സ്ട്രെങ്തനാക്കിയെങ്കിൽ തന്നെ കിട്ടും. അല്ലാതെ മസിൽ ബിൽഡപ്പ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് അനക്കി കൊടുത്താലെങ്കിലും മതി. ഒന്നും ചെയ്യാൻ പറ്റാത്തവർക്ക് മാത്രമുള്ളതാണ് വാക്കിംഗ്. അല്ലാതെ വാക്കിംഗ് എന്ന് പറയുന്ന സംഭവം ഞാൻ നടക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. അതൊരിക്കലും ഒരു എക്സസൈസ് ആയിട്ട് കണക്കൂട്ടാൻ പറ്റത്തില്ല. പിന്നെ സ്ത്രീകൾ പറയാറുണ്ട് ഞാൻ അടുക്കള പണി ചെയ്യുന്നുണ്ട്, ഇളക്കുന്നുണ്ട്, ഇതൊക്കെ. അതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരേ മസിലിനാണ് പണി. നമ്മളെന്ന് പറഞ്ഞാൽ കൈക്കെന്ന് പറഞ്ഞാൽ കൈക്ക് മാത്രമല്ലല്ലോ. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പം അനങ്ങുന്ന ഒരു കൈന്ന് വിരലെന്ന് വിരലാണ്. അത് മാത്രമല്ല മിക്സി, വാഷിംഗ് മെഷീന് എല്ലാം ഒന്നിലാണ് നിൽക്കുന്നത്. അപ്പം ഇത് മാത്രമേ മെലിയുന്നുള്ളൂ, ബാക്കി ആവുന്നില്ല. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ അതെല്ലാം ഓക്കെയാണ്. പക്ഷേ അതെല്ലാം ഇപ്പോഴത്തെ കാലഘട്ടത്തിനനുസരിച്ച് വേണ്ടതാണ്. പക്ഷേ ടോട്ടൽ മസിലിനെയും കൂടെ ഇൻവോൾവ് ചെയ്യിപ്പിച്ചുകൊണ്ടുള്ള വർക്കൗട്ട് രീതികളോ അല്ലെങ്കിൽ നടത്തുകയോ ചെറിയ ഒരു 2 കിലോയുടെ ഡംബിൾസ് എടുത്തേച്ച് മൂവ്മെൻറ്റ് കൊടുത്താൽ തന്നെ ഓരോ മസിലിന് വേണം. ഇങ്ങനെ ചെയ്താൽ ഈ മസിലിനാണ്. ഇപ്പോൾ ഇങ്ങനെ മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ ഈ ഫോറം മസിലിനാണ്. പുറകോട്ടാണ് ചെയ്യുന്നതെങ്കിൽ ട്രൈസെപ്സിനാണ്. ഈ സൈഡിലേക്കാണ് ചെയ്യുന്നതെങ്കിൽ ഡെൽറ്റോയിഡാണ്. ഓരോ മസിലിനെ ഇൻവോൾവ് ചെയ്യിപ്പിച്ചുകൊണ്ട് ചെയ്യണം. അല്ലാതെ ഒരു ഇളക്ക് മാത്രം ഇളക്കിക്കൊണ്ടിരുന്നാൽ ഞാൻ പണിയെടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാ മസിലും ഇൻവോൾവ് ആകുമ്പോഴാണ് കാര്യം. അതുകൊണ്ട് എപ്പോഴും മസിലിനെ അനക്കണം, അതേപോലെ തന്നെ സ്ട്രെങ്തൻ ആക്കണം. ഇത് ഏതൊരാൾക്കും ആവശ്യമുള്ളൊരു കാര്യമാണ്. സ്ത്രീകൾ ഏത് പ്രായം മുതൽ ജിമ്മിൽ പോയി തുടങ്ങണം? അങ്ങനെ പ്രായം ഇതിനൊരു വിഷയമേ അല്ല. അതായത് ജിമ്മിൽ പോകുക എന്ന് പറയുന്നത് എല്ലാവർക്കും വർക്കൗട്ട് ആവുന്നൊരു കാര്യമല്ല. അതിന് ഒത്തിരി ഫാക്ടേഴ്സ് ഉണ്ട്. അതിൽ നമുക്ക് ഒന്ന് നമ്മുടെ വീടിനടുത്ത് എവിടെയെങ്കിലും ആയിരിക്കണം, നമുക്ക് പോകാൻ പറ്റുന്ന സാഹചര്യമായിരിക്കണം. ഇനി മഴയുണ്ടെങ്കിൽ അത് നടക്കത്തില്ല. അതേപോലെ തന്നെ നമുക്ക് അങ്ങനെ ഒരു ഗ്രൂപ്പ് വേണം. ചിലപ്പോൾ അത് നടക്കത്തില്ല. ചിലപ്പോൾ നമ്മുടെ ജീവിതശൈലി രീതികളും ജോലിയുടെ ഭാഗമായിട്ട് ചിലപ്പോൾ ടൈം കാര്യങ്ങൾ അഡ്ജസ്റ്റ് ആകത്തില്ല. അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ അതിനകത്ത് ഇൻവോൾവ് ആണ്. അന്നെങ്കിലേ ആ ഒരു പ്രോസസ്സ് നടക്കത്തുള്ളൂ. പക്ഷെ അതിനേക്കാൾ ഏറ്റവും ഈസി ആയിട്ട് കാര്യങ്ങൾ വീട്ടിനകത്ത് തന്നെ ഒരു സ്പേസ് എടുക്കുക എന്നുള്ളതാണ്. പിന്നെ കഴിയുന്നതും ചെറിയ കുട്ടികളായിരിക്കുന്ന സമയത്ത് തന്നെ ഇപ്പം മാതാപിതാക്കളാണെങ്കിൽ അവരെയും കൂടെ ഇൻവോൾവ് ചെയ്യിപ്പിക്കുവാണെങ്കിൽ അതൊരു ശീലമായിട്ട് മാറും. അത് രാവിലെ എഴുന്നേൽക്കുന്നു, വാഷ്റൂമൊക്കെ പോകുന്നു, നമ്മൾ ടോയ്ലറ്റ് ഒക്കെ കഴിയുന്നു, ബ്രഷ് ചെയ്യുന്നു, അതേപോലെ തന്നെ കുറച്ച് വർക്കൗട്ടുകളൊക്കെ ചെയ്യുന്നു, പിന്നെ കുളിക്കുന്നു, ഡ്രസ്സ് മാറുന്നു. ഇങ്ങനെ ഒരു പ്രോസസ്സ് എന്ന് പറയുമ്പം കുട്ടികൾക്ക് അതൊരു ഐഡിയ കിട്ടും. ഇങ്ങനെയാണ് പോകേണ്ടത്, ചെറുപ്പം മുതൽ അങ്ങനെയാണ് പോകേണ്ടത്. അങ്ങനെ ആകുമ്പോഴാണ് നല്ലത്. ഇല്ലെങ്കിൽ എന്നാ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അവരെന്തോ ഒരു എക്സ്ട്രാ സാധനം ചെയ്യുന്ന പോലെ ആയിരിക്കും വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ പ്രായത്തിൽ ഇപ്പം ഞാൻ ജിമ്മിൽ എൻ്റെ വീടിൻ്റെ മുകളിലൊരു ജിം സെറ്റപ്പ് ചെയ്തിരുന്നു. അവിടെ വർക്കൗട്ട് ചെയ്യുമ്പോൾ എൻ്റെ ചെറിയ കുഞ്ഞു വരും, ജിയ എന്നാണ് പേര്. അപ്പോൾ ജിയ വരുമ്പോഴാണെങ്കിലും ഞാൻ ചെയ്യുന്ന കണ്ടിട്ട് എന്തൊക്കെയോ ചെയ്യും. അപ്പോൾ ഓക്കെയാണ്. എൻ്റെ മോൻ വരും, എന്നിട്ട് ഞാൻ ഡംബിൾസ് എടുക്കുന്നത് കണ്ട് അവനെടുക്കും. അപ്പോൾ ഞാൻ പറയാം അങ്ങനെ പെട്ടെന്ന് എടുക്കരുത്, അതിനൊരു പ്രോസസ്സുണ്ട്, അതിന് ലൂസനിങ് ചെയ്യണം, പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പം നമുക്കത് പറഞ്ഞു കൊടുത്ത് ചെയ്യിപ്പിക്കാൻ പറ്റും. അതുകൊണ്ട് അതിനൊരു പ്രായമെന്നൊരു വിഷയമേ അല്ല. ഏതേത് പ്രായത്തിൽ ഏതേത് ടൈപ്പ് ചെയ്യണം എന്നുള്ളൊരു ഐഡിയ മാത്രം കിട്ടിയാൽ മതി. അതായത് എത്ര പ്രായമായാലും ചെറിയ രീതിയിലുള്ള വെയിറ്റ് എടുത്തിട്ടുള്ള മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസാണ് ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. ചിലവർ ഓടി ചാടിയൊക്കെ ചെയ്യുമല്ലോ, അത് ഈ ചില കണ്ടീഷന് നല്ലതല്ല. ചിലതിന് വെയിറ്റ് ബെയറിംഗ് ആയിട്ടുള്ള വെയിറ്റ് എടുക്കുന്നത് നല്ലതായിരിക്കും. ചിലതിന് കാർഡിയോ, നമ്മുടെ ഹാർട്ട് റേറ്റ് കൂട്ടി വേർത്ത് കുളിച്ച് ചെയ്യുന്നത് നല്ലതായിരിക്കും. പക്ഷെ പല സാഹചര്യങ്ങളിൽ ഇപ്പോഴത്തെ ഒരു രീതി പ്രകാരം ആർക്കൊക്കെ ബ്ലോക്ക് ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഇരിക്കുന്ന ഇരിപ്പ് തന്നെയാണ് ആൾക്കാർ കുഴഞ്ഞു വീഴുന്നത്. അപ്പം ഓടിക്കടന്ന് നമ്മൾ ട്രെഡ്മില്ലും ചെയ്ത് സ്കിപ്പിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് വല്ലാതെ കൂടിക്കഴിയുമ്പോൾ പിന്നെ കുഴഞ്ഞു. എത്ര പേരാണ് നമ്മുടെ വടംവലിക്ക് ശേഷം കുഴഞ്ഞു വീണോ മരിച്ചു എന്നൊക്കെ പറയുന്നത്. അതൊക്കെ ആ ഹാർട്ടിൻ്റെ ഇത് കൂട്ടണോ വേണ്ടോ എന്നുള്ളത് തീരുമാനിക്കണമെന്ന് ആദ്യം ഒന്ന് അനലൈസ് ചെയ്ത് നോക്കിയിട്ട് ഈ കാര്യങ്ങളിലേക്ക് പോകാവുള്ളൂ. അതുകൊണ്ട് ഏജ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു സംഭവമില്ല. ഏത് പ്രായത്തിൽ ഏത് രീതി ചെയ്യണം എന്നുള്ളൊരു ഐഡിയ മാത്രം കിട്ടിയാൽ മതി എന്നേ ഉള്ളൂ. സ്ത്രീകൾ ശരിക്കും എത്ര മണിക്കൂർ ഒരു ദിവസം വർക്കൗട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഒരാഴ്ചയിൽ എത്ര ദിവസം വെച്ച് വർക്കൗട്ട് ചെയ്യണം? ശരിക്കും നമ്മളിപ്പോൾ ഒരു ടീച്ചേഴ്സാണ്, അല്ലെന്നുണ്ടെങ്കിൽ ബാങ്ക് എംപ്ലോയീസ് ആണ്, അതേപോലെ അങ്ങനത്തെ ക്ലറിക്കൽ വർക്കൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ശരിക്കും അവർ ഭൂരിഭാഗ സമയം ഇരിക്കുവാണല്ലോ. നമ്മളിപ്പോൾ വീട്ടിലാണെങ്കിലും
നമ്മൾ ഫുഡ് കഴിക്കാനിരിക്കുന്നു, അത് കഴിഞ്ഞിട്ട് വണ്ടിയിൽ ഓഫീസിൽ പോകാനായിട്ട് വണ്ടിയിലിരിക്കുന്നു, ഓഫീസിൽ നിന്നിട്ടിരിക്കുന്നു, അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാനായിട്ട് ഇരിക്കുന്നു, ഉച്ച കഴിഞ്ഞത്തെ സമയങ്ങളിരിക്കുന്നു, പിന്നെ തിരിച്ച് വീട്ടിൽ വരാനായിട്ട് അവിടെ ഇരിക്കുന്നു. അപ്പോൾ ഒരു 24 മണിക്കൂർ നോക്കുമ്പോൾ തന്നെ അതിനകത്തൊരു ഭൂരിഭാഗവും ഇരിക്കുകയാണ്. അങ്ങനെയുള്ള ആളുകളിൽ ശരിക്കും പറഞ്ഞാൽ എല്ലാ ദിവസവും ഒരു ചെറിയ വാക്കിങ്ങും കാര്യങ്ങളും രീതികളൊക്കെ ഉള്ളത് ഏറ്റവും നല്ലതായിരിക്കും. അതൊരു 20 മിനിറ്റ്സ് ആയാലും മതിയാവും. പക്ഷെ പലപ്പോഴും ഫിസിക്കൽ ആക്ടിവിറ്റി ഉള്ള ആൾക്കാർ കാണും, അവർക്കൊരാഴ്ച 4 ദിവസം മതി. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ മിനിമം ഹാഫ് ആൻ അവർ, ഞാനാണെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും ഹാഫ് ആൻ അവർ ഇതിന് വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ആകുമ്പോൾ വെച്ചാൽ നമ്മളൊരു പരിധി കൂടുതൽ വെയിറ്റ് കുറയത്തുമില്ല, പരിധി കൂടുതൽ വെയിറ്റ് കൂടത്തുമില്ല. പിന്നെ നമുക്ക് തന്നെ നമ്മളിപ്പോൾ ഒരു ഡ്രസ്സ് ഇട്ടാൽ നമുക്കൊരു ഫിറ്റായ ഒരു ഫീൽ വരും, ഒരു പരിധി കൂടുതൽ വയറ് ചാടത്തില്ല. അപ്പം നമുക്ക് ഓരോ ദിവസം മോണിറ്റർ ചെയ്ത് പോകുന്ന ആളുകൾ കാണുന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ ചേഞ്ചസ് വരെ നമുക്ക് മനസ്സിലാക്കി അന്നേരം കറക്റ്റ് ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ എപ്പോഴും ഫിസിക്കൽ ആക്ടിവിറ്റി കുറവുള്ള ആൾക്കാർ ഡെയിലി ഒരു 30 മിനിറ്റ്സ് ചെറിയ ചെറിയ രീതിയിലാണെങ്കിലും ചെയ്തു വന്നാൽ ഒരു 2-3 ആഴ്ച ആകുമ്പോൾ അതങ്ങ് ശീലമായി മാറും. ശീലമായാൽ പിന്നെ അത് ഒരു ദിവസം ചെയ്തില്ലെങ്കിലായിരിക്കും ബുദ്ധിമുട്ട്. അങ്ങനെ എപ്പോഴും ശീലമാക്കി എടുക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. അതുകൊണ്ട് മിനിമം ആഴ്ചയിൽ 4 ദിവസമെങ്കിലും ഒരു അരമണിക്കൂർ ഈ ഒരു രീതിയിലുള്ള ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുന്നത് നല്ലതായിരിക്കും. ബാക്കി ഇതല്ലാതെ വാക്കിങ് കാര്യങ്ങൾ, അവരുടെ മറ്റ് ജോലികൾ, ചിലപ്പോൾ ഗാർഡനിങ് ആവാം, എന്തും ആവാം, ശരീരം അനങ്ങുന്ന എന്ത് ജോലിയും ചെയ്യുന്നത് നല്ലതായിരിക്കും. കഴിയുന്നതും സ്റ്റെയർ ഒക്കെ കയറുന്നത് നല്ലതായിരിക്കും. സ്റ്റെയർ കയറുമ്പോഴേ നമുക്ക് മനസ്സിലാവും സ്റ്റെയർ കയറുമ്പോൾ കിതപ്പുണ്ടോ, അയൺ കുറഞ്ഞു, അപ്പോൾ നമുക്ക് എടുക്കാൻ പറ്റും. ഇത് എപ്പോഴും ലിഫ്റ്റ് പോയി കിടന്നത് എങ്ങനെയാണ് മനസ്സിലാകുന്നത്? അപ്പോൾ അങ്ങനത്തെ രീതികളൊക്കെ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ചില സ്ത്രീകൾ എത്ര ജിമ്മിൽ പോയി എത്ര വർക്കൗട്ട് ചെയ്തെന്ന് പറഞ്ഞാലും അവരെ ശരീരം വെയിറ്റ് ലൂസ് ചെയ്യുന്നില്ല. അവർ ചിലപ്പോൾ ജിമ്മിൽ പോയി കഴിഞ്ഞാൽ വീണ്ടും വെയിറ്റ് കൂടുക മാത്രമാണ് കണ്ടുവരുന്നത്. അപ്പോൾ അവർ പറയും, ഞാൻ എത്ര കഷ്ടപ്പെട്ട് മണിക്കൂറുകളോളം ജിമ്മിൽ കിടന്ന് രാവിലെയും വൈകിട്ടും ഒക്കെ പണിയെടുക്കുന്നുണ്ട്, പക്ഷെ എന്തുകൊണ്ട് ഞാൻ വെയിറ്റ് കുറയുന്നില്ല, ഇനി എൻ്റെ ബോഡി അങ്ങനെയാണോ എന്ന് പോലും ചോദിക്കുന്ന സ്ത്രീകളുണ്ട്. അതെന്തുകൊണ്ടാണ് ചില സ്ത്രീകൾ എത്ര കഷ്ടപ്പെട്ട് വർക്കൗട്ട് ചെയ്തിട്ടും വണ്ണം കുറയാത്തത്? അത് ശരിക്കും പറഞ്ഞാൽ ഹോർമോണൽ ഇംബാലൻസ് ആണ്. ഹോർമോണൽ ഇംബാലൻസ് ഉള്ള ആളുകളിൽ നമ്മൾ പട്ടിണി കിടന്നാലും വെയിറ്റ് കുറയത്തില്ല, എക്സസൈസ് ചെയ്താലും വെയിറ്റ് കുറയില്ല. അവർ ഏത് രീതിയിലുള്ള മെത്തഡുകൾ ഇതിന് അപ്ലൈ ചെയ്തെന്ന് പറഞ്ഞാലും ഒരു പരിധി കൂടുതൽ റിസൾട്ട് കിട്ടത്തില്ല. അതിനകത്ത് ഒന്നാമത്തെ ഒരു ഹോർമോൺ പ്രശ്നം എന്ന് പറയുന്നത് തൈറോയ്ഡ് പ്രശ്നമാണ്. അപ്പോൾ അതിനകത്ത് പല ആളുകളിലും T3, T4, TSH ഒക്കെ പലപ്പോഴും നോർമലായിരിക്കും. എന്നാലും ചിലപ്പം തൈറോയ്ഡ് നീർക്കെട്ട് കൂടുതലായിരിക്കും, ആൻറ്റിബോഡീസ് കൂടുതലായിരിക്കും. അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് അവർ നോക്കുമ്പോൾ അവർക്ക് പ്രശ്നമൊന്നുമില്ല, എന്നാലും അവർക്കൊരു പരിധി കൂടുതൽ വെയിറ്റ് കുറയില്ല. അപ്പോൾ ഇൻഫ്ലമേഷൻ കുറഞ്ഞെങ്കിലേ മെറ്റബോളിസം സ്പീഡപ്പ് ആകത്തുള്ളൂ, എന്നെങ്കിലേ ഇത് വർക്കൗട്ട് ആകത്തുള്ളൂ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് PCOD റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ. PCOD കാര്യങ്ങളിലും ഈസ്ട്രോജനും പ്രൊജസ്ട്രോണും ടെസ്റ്റോസ്റ്ററോണൊക്കെ വേരിയേഷൻസ്, ആൻഡ്രോജനൊക്കെ വേരിയേഷൻസ് വരുന്നൊരു കണ്ടീഷനാണ്. ഈ വേരിയേഷൻ കണ്ടീഷൻ ഇതും ഹോർമോണൽ പ്രശ്നമാണ്. അപ്പം പുരുഷന്മാരിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വളരെ കുറവാണ്. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ അവർ 2 ദിവസം ഫുഡ് കഴിച്ചില്ലെങ്കിൽ പെട്ടെന്ന് വെയിറ്റ് കുറയും. അവർ നല്ല അളവിൽ മെയിൻറ്റെയിൻ ചെയ്തെങ്കിലേ നടക്കത്തുള്ളൂ. അപ്പം സ്ത്രീകളിലെന്ന് പറയുന്നത് ഓൾറെഡി ഒരു ഇവല്യൂഷൻ്റെ ഭാഗമായിട്ട് തന്നെ അടുത്ത ജനറേഷന് ജന്മം കൊടുക്കേണ്ട ആൾക്കാരായതുകൊണ്ട് അവരിൽ ഓൾറെഡി ഫാറ്റ് ഡെപ്പോസിറ്റ് ആക്കി വെക്കും. എന്ത് കഴിച്ചെന്ന് പറഞ്ഞാലും സൂക്ഷിച്ച് വെക്കും. ആ സൂക്ഷിച്ച് വെക്കുന്ന ഒരു കാര്യം ഉള്ളത് കൊണ്ട് എന്താണെന്ന് വെച്ചാൽ അടുത്തൊരു പ്രഗ്നൻസി വന്നു, അന്നേരം അടുത്ത കുഞ്ഞിന് അതൊരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ടാണ് ഫാറ്റ് എപ്പോഴും വേണ്ടത്, അതിനെ ആവശ്യം വരുമ്പോൾ കൺവേർട്ട് ചെയ്ത് ഉപയോഗിക്കാനുള്ളത്. പക്ഷേ പ്രഗ്നൻ്റ് ആയില്ലെങ്കിലും ഹോർമോണൽ ഇംബാലൻസ് വന്നു കഴിഞ്ഞാൽ ഇത് വീണ്ടും മൊത്തം ഫാറ്റായിട്ട് തന്നെ കിടക്കും. അപ്പോൾ നമ്മൾ സാധാരണ ആളുകൾ 3 ദോശ കഴിക്കുന്നതും ഹോർമോണൽ ഇംബാലൻസ് ഉള്ള ആൾക്കാർ 1 ദോശ കഴിക്കുന്നത് പോലും മെറ്റബലൈസ് ചെയ്ത് പറ്റാതെ ഇതിനെ മൊത്തം ഫാറ്റാക്കി വെക്കും. അപ്പം നമുക്ക് നോക്കുമ്പോൾ വിശപ്പും കാര്യങ്ങളും ബുദ്ധിമുട്ടുകളെല്ലാം നമുക്ക് വരും. പക്ഷേ ഈ പരിധി കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം 4 ഇരട്ടി വെയിറ്റ് കൂടി കയറുകയും ചെയ്യും. അപ്പോൾ ഈ പറയുന്ന ഒരു ഓഫീസിൽ 50 പേർക്കുള്ള ജോലിയുണ്ട്, 50 പേര് ജോലിക്കാരുമുണ്ട്. പക്ഷേ 10 പേരേ ഉള്ളൂ. 50 പേരുടെ ജോലി കൊടുത്തു കഴിഞ്ഞാൽ ആ ഫയൽ അതേപോലെ മാറ്റി വെക്കും. ആ വ്യക്തിയെ കൊണ്ട് പറ്റുന്ന രീതിയിലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതേപോലെയാണ് ഹോർമോണൽ ഇംബാലൻസ് ഉള്ള ഒരു ശരീരത്തിൽ ആ ചെറിയ അളവിൽ കാലറി കൊടുത്താൽ അതിനെ പോലും പണിയെടുക്കാൻ പറ്റത്തില്ല. അന്നേരമാണ് അപ്പോൾ നമ്മൾ കമ്പയർ ചെയ്യത്തില്ലേ, എൻ്റെ ഭർത്താവ് കണ്ടില്ലേ ഇത്രയും കഴിക്കുന്നു, ഞാൻ ഇത്രയേ കഴിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ ഹോർമോണൽ ഇംബാലൻസ് വന്നു കഴിഞ്ഞാൽ ഇത്രയും പോലും പ്രോസസ്സ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ലാതാവും. അപ്പോൾ അങ്ങനെ ആകുമ്പോഴാണ് കാർബ്സ് എടുക്കുമ്പോഴാണ് അത് മെയിനായിട്ടും ബുദ്ധിമുട്ടുണ്ടാകും. ഇപ്പം നമ്മൾ പ്രഗ്നൻസിൻ്റെ കാര്യം പറഞ്ഞല്ലോ, പണ്ടൊക്കെ നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ട് 25 വയസ്സാകുമ്പോഴത്തേക്ക് ഒരു പെൺകുട്ടി ഗർഭം ധരിക്കുന്നതാണ് ഐഡിയൽ ഏജ് എന്ന് പറയാറുണ്ട്. ഇപ്പം അത് 30ആയി. ഇപ്പോഴാണെങ്കിൽ സ്ത്രീകൾ ഒരു 40 വയസ്സാവാണ്ട് കല്യാണത്തിനെ കുറിച്ച് പോലും ആലോചിക്കുന്നില്ല. ഇപ്പം റീസെൻ്റായിട്ട് ദീപിക പദുക്കോൺ 40-ാം വയസ്സിലാണ് പ്രസവിച്ചത്. അപ്പോൾ ആ ഒരു സമയമാണ് സ്ത്രീകൾ സെറ്റിലാവുന്നത്. ഒരു 30 to 40 ആ ഒരു ഏജിലാണ് സെറ്റിലാവുന്നതും കരിയറൊക്കെ കഴിഞ്ഞ് ഫാമിലിനെ കുറിച്ച് ആലോചിച്ച് തുടങ്ങുന്നതും. ശരിക്കും
ഐഡിയൽ ഏജ് എപ്പോഴാണ് ഒരു പ്രഗ്നൻ്റ് ആവാനും ഗർഭം ധരിക്കാനുമുള്ള ഒരു ഐഡിയൽ ഏജ്? അങ്ങനെ പൊതുവെ ജനറലൈസ് ആയിട്ട് പറയാൻ പറ്റുന്നൊരു കാര്യമല്ല അത്. ചില ഇപ്പം പഴയ കാലത്തൊക്കെ ചിലപ്പോൾ 50-ാമത്തെ വയസ്സ് വരെ പ്രസവിക്കുന്നവരുണ്ട്. അപ്പോൾ അത് അവർ ബോഡി എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അവരുടെ മറ്റുള്ള ഹെൽത്ത് ഇഷ്യൂസൊക്കെ എങ്ങനെയുണ്ട്, പാരമ്പര്യത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ വെച്ചുകൊണ്ടാണ് നമ്മളൊരു ഇവർക്ക് ഇതായിരിക്കും കുറച്ചുകൂടെ ഐഡിയൽ ഏജ് എന്ന് പറയുന്നത് വെച്ചാൽ. പക്ഷേ ഇനി മുന്നോട്ടുള്ള കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നില്ല പെൺകുട്ടികൾ പ്രസവിക്കാൻ തയ്യാറാകുമെന്ന് പോലും സംശയമുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഒരു രീതി അനുസരിച്ച് സ്വന്തമായിട്ട് കാലം നിൽക്കുക, ഏൺ ചെയ്യുക, ആരുമില്ലെങ്കിലും ജീവിക്കാനുള്ള ഒരു രീതികൾ കണ്ടെത്തുക, ഈ കാര്യങ്ങളാണ്. ഇപ്പം നാട്ടുകാർക്കാണ് പ്രശ്നം. അതായത് കല്യാണം കഴിച്ചില്ലല്ലോ, പ്രായപൂർത്തിയായില്ലേ, എത്ര നാളായി എന്നൊക്കെ പറഞ്ഞിട്ട് അവരോടൊക്കെ പോയി പണി നോക്കാൻ പറയാനേ പറ്റത്തുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഇവർ ഈ പറഞ്ഞ ബുദ്ധിമുട്ടിച്ച് കല്യാണം കഴിപ്പിച്ചേച്ച് കല്യാണം കഴിപ്പിച്ച് പിന്നെ അടുത്ത സ്ട്രെസ് തുടങ്ങും. എന്താണ് ഇത്രയും നാളായി കുട്ടികളുണ്ടായില്ലേ എന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ നമ്മൾ എന്തിനാണ് ഈ നാട്ടുകാർക്ക് വേണ്ടിയിട്ട് കല്യാണം കഴിക്കേണ്ട ആവശ്യം? നമുക്ക് കല്യാണം കഴിക്കണം തോന്നുവാണെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റും. എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കാനാണോ പറ്റുന്നത്, ഞാൻ ഡിപ്പെൻഡൻ്റ് ആണ്, എപ്പോഴും എനിക്ക് വേറൊരാൾ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ എനിക്ക് എപ്പോഴും ഒരു തുണ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞേച്ച് എനിക്ക് അങ്ങനെ ഒരു ലൈഫ് ലീഡ് ചെയ്യാൻ താല്പര്യമെങ്കിൽ ചെയ്തു, കുഴപ്പമില്ല. ഇതൊന്നും താല്പര്യമില്ലാത്ത പിടിച്ച് കല്യാണം കഴിപ്പിച്ച് വെച്ച് പിന്നെ ഉണ്ടാവുന്നില്ല എന്ന് പറഞ്ഞു വെച്ചാൽ അതിനെ പ്രഷർ ചെയ്ത് അവർക്ക് കുട്ടികൾ ഉണ്ടായെന്ന് വെച്ചോ, ആ കുട്ടികൾ ഇവരെല്ലാം നാട്ടുകാരെല്ലാം നോക്കുന്നത്, ഇവർ തന്നെ നോക്കണ്ടേ? ഇവർക്ക് അതിനുള്ള മാനസികാവസ്ഥ ഇല്ലെങ്കിൽ എന്തിനാണ് ആ സമയത്ത് പ്രസവിക്കേണ്ട ആവശ്യം? എനിക്ക് പ്രസവിക്കണം തോന്നുന്നു, പ്രസവിച്ചു, ഇല്ലെങ്കിൽ ഇല്ല, അത്രേ ഉള്ളൂ. പണ്ടത്തെ രീതികളിലാണ് ഈ ഇത്ര പ്രായപൂർത്തിയായി കല്യാണം കഴിച്ചേ പറ്റൂ, ഇല്ല അങ്ങനെ കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോ, 50-ാമത്തെ വയസ്സ് വേണമെങ്കിലും പ്രസവിച്ചു, ഒരു കുഴപ്പമില്ല, പറ്റുന്ന രീതിയിലാണെങ്കിൽ. പക്ഷെ ഇപ്പോഴത്തെ ഒരു രീതി അനുസരിച്ച് ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈലും സ്ട്രെസ് ലെവലും റിലേഷൻഷിപ്പ് ഇഷ്യൂസും ഹോർമോണൽ ഇംബാലൻസ് ഒക്കെ വെച്ച് നോക്കുമ്പം ഒരു 20 തൊട്ട് 30-35 വയസ്സിനുള്ളിൽ ആണ് കുറച്ചുകൂടെ ഐഡിയൽ ആയിട്ടുള്ളൊരു സമയം പറയുന്നത്. പക്ഷെ അതൊരിക്കലും ഇങ്ങനെ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല. അവരവരുടെ ഹെൽത്തും അവരവരുടെ ബോഡിയും അവരവരുടെ ലൈഫ് സ്റ്റൈലും ജീനും അതായത് ഹെറിഡിറ്ററി ഒക്കെ നോക്കിയിട്ട് അവരവർക്ക് തന്നെ അനലൈസ് ചെയ്യാനുള്ളതേ ഉള്ളൂ. അതിന് നാട്ടുകാർക്ക് അഭിപ്രായം പറയേണ്ട ആവശ്യമേ അതിനകത്തില്ല. അതുകൊണ്ട് പറ്റുന്ന രീതിയാണ് മെൻ്റലി പ്രിപ്പയർഡ് ആയിട്ട് അവർ കല്യാണം കഴിക്കണം തോന്നുവാണെങ്കിൽ കല്യാണം കഴിക്കാം. ഇനി കല്യാണം കഴിച്ചിട്ട് കുട്ടികൾ വേണമെന്ന് തോന്നുവാണെങ്കിൽ കുട്ടികളാവാം. അതല്ലാതെ നമ്മൾ ഇന്ന സമയം ഇന്ന കാര്യങ്ങൾ ഇന്ന രീതികൾ എന്ന് പറഞ്ഞ ഒരു ഫോർമുല റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഈ കാര്യത്തിൽ ഇല്ലാതിരിക്കുന്നതാണ് നല്ലത്. എനിക്ക് തോന്നുന്നു ഈ ഒരു റീല് കണ്ടിട്ട് അല്ലെങ്കിൽ ഈ ഒരു പോർഷൻ കണ്ടിട്ട് എല്ലാ പെൺകുട്ടികളും ഡോക്ടറുടെ ആരാധകരായി മാറുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എല്ലാ സ്ത്രീകളും പറയാൻ ആഗ്രഹിച്ചൊരു കാര്യമാണ് ഇപ്പോൾ ഡോക്ടർ ഭയങ്കര വെട്ടി തുറന്ന് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് നമുക്ക് വേണ്ടപ്പോൾ നമുക്ക് മനസ്സിൽ തോന്നുമ്പോൾ കല്യാണം കഴിച്ചാൽ മതി. ശരിക്കും പറഞ്ഞുണ്ടല്ലോ, എനിക്കൊരു 30-35 വയസ്സൊക്കെ ആയപ്പോഴാണ് എനിക്കൊരു മെച്യൂരിറ്റി വന്നത്. ഞാൻ തന്നെ ആലോചിച്ചത് ഓക്കെ, ഈ സമയം കൊണ്ട് കുറേ കാര്യങ്ങൾ കഴിഞ്ഞു. നമ്മളത് വേണമായിരുന്നോ എന്ന് ചോദിച്ചാൽ അറിയത്തില്ല, ചെയ്യേണ്ടതായിരുന്നോ എന്ന് ചോദിച്ചാൽ അതും അറിയത്തില്ല. ഇങ്ങനെ നാട്ടു നടപ്പ് ഇതാണ്, അതുകൊണ്ട് നമ്മളങ്ങ് ചെയ്തു. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ 20-30 വയസ്സിലൊന്നും കല്യാണം കഴിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഒരു 30-35 ആയി കഴിയുമ്പം ചില ആളുകൾ കുറച്ച് നേരത്തെ ബുദ്ധി ഉദിക്കും, ചില ആളുകൾ കുറച്ചുകൂടെ വൈകിയായിരിക്കും. ആ ബുദ്ധി ഉദിക്കുന്നൊരു സമയമുണ്ട്, ആ സമയത്ത് എന്തെങ്കിലും ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഇല്ലെങ്കിൽ എന്ന് വെച്ചാൽ എത്ര പേര് നമ്മളിപ്പോൾ കൺസൾട്ട് ചെയ്യുമ്പോൾ മനസ്സിലാവുമല്ലോ, ഡോക്ടർ ഞാൻ 18-ാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ചതാണ്, അന്ന് എന്താണെന്ന് പോലും അറിയില്ല, ഇപ്പം 3 മക്കളും ഉണ്ട്, ഞാൻ എന്തിനാ കല്യാണം കഴിച്ചേ, ഇത് എങ്ങനെയാണ് മക്കളുണ്ടായേ, ഇത് എൻ്റെ ജീവിതം ഇതോടുകൂടി തീർന്നു, എനിക്ക് മുന്നോട്ട് എന്താവണം എന്ത് പോകണമെന്ന് പോലും എനിക്ക് ആലോചിക്കാനുള്ള ഇതില്ല, എനിക്കിപ്പോൾ അറിയാം എന്ത് ചെയ്യണം എന്നുള്ളത്. പക്ഷെ ആ സമയം കൊണ്ട് ഞാൻ ജയിലിലായി, ഭർത്താവ് കുട്ടികളായി, ഭർത്താവിൻ്റെ ജോലിയും കാര്യങ്ങളും ഇതൊക്കെ ആയിട്ട് പോയി, ഞാൻ ഭർത്താവിൻ്റെ വീട്ടിൽ വന്ന് കിടക്കുക, എനിക്ക് ഒരു പരിചയമില്ലാത്തൊരു സ്ഥലം. അവിടെ വന്ന് കടന്നേച്ച് ഞാൻ ഈ മക്കളെ നോക്കി, ഭർത്താവിൻ്റെ വീട്ടുകാരെയും നോക്കി, ഭർത്താവിൻ്റെ നാട്ടുകാരുടെ ഇതും കേട്ട് ഞാനിങ്ങനെ ജീവിക്കുകയാണ്. എനിക്കൊരു കാര്യം ചെയ്യാനുള്ളൊരു സ്വാതന്ത്ര്യമില്ല. അപ്പനാണ് അങ്ങനെ ചെയ്തു പോകുന്നതെങ്കിൽ കുഴപ്പമില്ല. അപ്പം അമ്മ കണ്ടില്ലേ മക്കളെ നോക്കുന്നില്ല, വീട് നോക്കുന്നില്ല എന്നൊക്കെ ഉള്ള രീതിയിലേക്ക് വരും. അപ്പം ജയിലിലാകുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്ന ഭൂരിഭാഗം ആൾക്കാർക്കുണ്ട്. അതുകൊണ്ട് പറ്റിയവരൊക്കെ പറ്റി. ഇനി മുന്നോട്ടാണെങ്കിലും എൻ്റെ മക്കൾക്കാണെങ്കിലും ഞാൻ ഒരിക്കലും കല്യാണം കഴിക്കുന്ന പറഞ്ഞൊരു പരിപാടി ഞാൻ പറയില്ല. മക്കൾക്ക് കല്യാണം കഴിക്കണോ, അതിനുള്ള മെച്യൂരിറ്റി ആവട്ടെ, സ്വന്തമായിട്ട് ജോലി സമ്പാദിക്ക്, എന്നിട്ട് ഒരാളുണ്ടെങ്കിലും ഇല്ലെങ്കിലും ജീവിക്കാനുള്ള ഒരു കപ്പാസിറ്റി മാനസികാവസ്ഥ ഉണ്ട്, എന്നിട്ട് കല്യാണം കഴിക്കാൻ തോന്നുവാണെങ്കിൽ അന്നേരം പറ. അല്ലാതെ ഞാനായിട്ട് ഒരാളെ ഇതേപോലെ സമയമായി കെട്ടിക്കുക എന്ന് പറഞ്ഞാൽ പരിപാടിയില്ല. കാരണം അത് വേണം, അതിൻ്റെ ആവശ്യമില്ല. അതൊക്കെ കാലഘട്ടം കഴിഞ്ഞു. എൻ്റെ ലൈഫിൽ എനിക്ക് മനസ്സിലായ കാര്യം, ഞാൻ ഫാമിലിയായിട്ട് വളരെ ഹാപ്പിയാണ്. എനിക്ക് വൈഫും 3 മക്കളും എല്ലാവരും കൊണ്ട് എനിക്ക്
ഓക്കെയാണ്. പക്ഷെ നമ്മൾ ഡീൽ ചെയ്യുന്ന ആളുകൾ എന്ന് പറയുന്നത് ഭൂരിഭാഗവും സ്ട്രെസ്സുമായിട്ട് അങ്ങേയറ്റം എടുക്കുന്ന ആൾക്കാരാണ്. ഇവരുടെ കഥകളെല്ലാം കേട്ട് കഴിയുമ്പോൾ ഞാൻ ആലോചിക്കുന്നത് ഇവർക്ക് രണ്ടാമതൊരു തിരിച്ചു പോക്കില്ല, ഇല്ല, ഇവർക്കൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ നടക്കത്തില്ല. ട്രാപ്പിൽ പെട്ടു. നാട്ടുകാർക്ക് വേണ്ടി ഒരുമിച്ച് ജീവിക്കുന്നു, വീട്ടുകാർക്ക് വേണ്ടി ഒരുമിച്ച് ജീവിക്കുന്നു, മക്കളുണ്ടായി പോയി എന്ന് പറഞ്ഞ് ഒരുമിച്ച് ജീവിക്കുന്നു, ഒരേ വീട്ടിൽ വേറെ വേറെ റൂമുകളിൽ താമസിക്കുന്നു, അധികം സംസാരം കാര്യങ്ങളൊന്നുമില്ല. പിന്നെ എന്താണെന്ന് പറഞ്ഞാൽ ഒരു ഷോ ഓഫ് എന്ന രീതിയിൽ കാണിക്കുന്നത്. കുറേ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഉള്ളത് കൊണ്ട് അവരുടെ നല്ല മൊമെൻറ്റുകളൊക്കെ ഫോട്ടോ ആയിട്ട് ഇത് ചെയ്യുന്നു. അപ്പം ബാക്കിയുള്ളവർ വിചാരിക്കുന്നത് എന്ത് ഹാപ്പി ഫാമിലിയാണ് എന്ന് ഓർക്കുന്നു. ശരിക്കും അതൊന്നും അല്ല. അവരുടെ ഏതാണ് 24 മണിക്കൂറിൽ ചിലപ്പോൾ 1-2 സെക്കൻഡ് ആയിരിക്കും കുറച്ച് ഹാപ്പി, അത് മാത്രമേ പുറത്ത് കാണുന്നുള്ളൂ. ബാക്കി മൊത്തം ട്രാജഡിയാണ്. അപ്പം ഇവരുടെ എന്തുകൊണ്ട് ഇവരുടെ എത്ര ട്രീറ്റ് ചെയ്തിട്ടും പ്രശ്നം മാറുന്നില്ല എന്ന് പറയുമ്പോൾ അന്നേരം പിന്നെ നെക്സ്റ്റ് സെക്കൻഡ് വിസിറ്റിലൊക്കെ ചോദിക്കും, ഫാമിലി എങ്ങനെയുണ്ട്, ഹസ്ബൻഡ് എങ്ങനെയുണ്ട്, വീട്ടുകാരെങ്ങനെയുണ്ട്, ഇതെല്ലാം ചോദിക്കുന്ന അന്നേരമാണ്. കാരണം എന്ന് വെച്ചാൽ ഇല്ലെങ്കിൽ പെട്ടെന്ന് റിസൾട്ട് കിട്ടും. മറ്റേതാണെങ്കിൽ ഇല്ല, സ്ട്രെസ് തീരുന്നില്ലല്ലോ, ഒന്നും മാറുന്നേ ഇല്ല, അത് ഒരു സ്വിച്ച് ഓഫ് ചെയ്തിട്ട് പോകുന്ന സംഭവം അല്ലല്ലോ. ഇതെല്ലാം കൺസിഡർ ചെയ്തുകൊണ്ടാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ഒരു രീതിയും ഇത്ര ആൾക്കാരെ കണ്ടതിൽ വെച്ചിട്ടും എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഒരിക്കലും ഇന്നൊരു ഏജ് കല്യാണം കഴിക്കണം, ഇന്നത് കുട്ടികളുണ്ടാവണം, അങ്ങനെയൊന്നുമില്ല. കഴിയുന്ന അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യുക, അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക. അപ്പം നമ്മൾ ഉണ്ടാക്കിയിട്ട് മക്കൾ കൊടുക്കേണ്ട ഒരു ആവശ്യവും ഇല്ല. അവർക്ക് വേണമെങ്കിൽ ഉണ്ടാക്കുക, അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. അതല്ലാതെ വേറൊരു കൂടുതൽ പാമ്പർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ജീവിക്കാൻ അറിയില്ല. അപ്പോൾ എപ്പോഴും അടുത്ത ജനറേഷൻ എന്ന് പറയുന്നത് അവർക്ക് വീട് വെക്കണ്ട, ഓൾറെഡി അപ്പനമ്മ വീട് വെച്ചിട്ടുണ്ട്, അവർക്ക് ആകെ അവരുടെ കാര്യം മാത്രം നോക്കി പോയാൽ മതി. പക്ഷേ സ്ട്രഗിളിംഗ് ഒക്കെ അറിഞ്ഞിരിക്കണം, എങ്ങനെയാണ് ഒറ്റയ്ക്ക് ജീവിക്കുന്നത് എങ്ങനെയാണെന്ന് അറിഞ്ഞിരിക്കണം. ഹോസ്റ്റലിലൊക്കെ പോയിട്ടൊന്ന് താമസിച്ച് നോക്കണം, അല്ലെങ്കിൽ അത് പേയിങ് ഗസ്റ്റ് ആയിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ റൂമിൽ സ്വന്തമായിട്ട് കുക്കൊക്കെ ചെയ്തൊന്ന് പഠിച്ചു നോക്കണം, പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. ഇതൊന്നും അറിയാത്ത ആൾക്കാരാണ് ഒരു പരിചയമില്ലാത്ത സ്ഥലത്ത് പോയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ചിലപ്പം ഒറ്റ ആഴ്ച കൊണ്ട് തന്നെ തീരുമാനം പറയാൻ പറ്റില്ല.